ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾ കണ്ട പോലെ ഒരു കിച്ചൺ സെറ്റാണ് അൺബോക്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഒരു 42 പീസ് വരുന്ന ഒരു കിച്ചൺ സെറ്റാണ്. ഇത് ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സ് വാങ്ങിയിട്ട് കുട്ടികളൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അന്നപ്പം കുട്ടികൾക്ക് ഭയങ്കര നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും പർച്ചേസ് ചെയ്തത്. ഒരുപാട് പ്രൈസൊന്നുമില്ല. ഈ ഒരു സംഭവത്തിന് പറ്റിയൊരു പ്രൈസ് റേഞ്ചുമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് പർച്ചേസ് ചെയ്തത്. ഇതിൽ നമുക്ക് കാണും പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. എല്ലാം സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഓരോ കവേഴ്സിലായിട്ട് നല്ല വെൽ പാക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങളുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് കിട്ടുമ്പോൾ തന്നെ ഒന്ന് അൺപാക്ക് ചെയ്യാനും അത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു പെട്ടിയിൽ നിന്ന് കിട്ടിയത്. ഈ ബോക്സിൻ്റെ മുകളിലുള്ള ഈ ഒരു രീതിയിൽ തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യണം. ഇതാണ് ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ എടുത്തത്. ഇതൊരു ഫ്രിഡ്ജ് പോലെ വരുന്നതാണ്. അതിൻ്റെ സൈഡ്സിലൊക്കെ ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ സംഭവങ്ങളും നല്ല രസത്തിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കുട്ടികൾക്ക്. ഇപ്പോൾ ഫ്രിഡ്ജ് ആയാലും ബാക്കിയുള്ള സാധനങ്ങളായാലും ഈ ഗ്യാസ് സ്റ്റൗ ആയാലും ഒക്കെ കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ഫീലുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. നമ്മൾ സാധാ വാങ്ങുന്ന ലോ ക്വാളിറ്റി സാധനങ്ങൾ പോലെയല്ല, കുറച്ചുകൂടി നല്ലൊരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു 3 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഇതിൽ കാണിച്ചത്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഇത് നമുക്കിങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ട്. ഒരു 63 ഹൈറ്റ് വരുന്നുണ്ട്, 63 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലത്തെ പോർഷനിൽ നമുക്ക് എല്ലാം നല്ല നീറ്റായിട്ട് ഒരു കിച്ചൺ പോലെ തന്നെ, നല്ലൊരു കിച്ചൺ പോലെ തന്നെ ഉണ്ട്. ആ ഫോട്ടോയിൽ കാണിച്ച അതേ രീതിയിൽ നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ചെറിയ എഴുതാനൊക്കെ പറ്റിയ ബോർഡും അത് മായ്ക്കാനുള്ള സ്പഞ്ചും ചോക്കും അങ്ങനെ എല്ലാം ഉണ്ട്. അതൊക്കെ പെർഫെക്റ്റ്ലി അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാനും പറ്റുന്നുണ്ട്. നല്ല നീറ്റായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ബോർഡൊക്കെയാണ്. നമുക്ക് എന്തെങ്കിലും എഴുതാനും ഒക്കെ പറ്റും നല്ല രീതിയിൽ. ഇതൊക്കെ കുട്ടികൾക്ക് ഒരു ഷോപ്പ് പോലെ അല്ലെങ്കിൽ കിച്ചൺ പോലെ ഒക്കെ ചെയ്ത് നല്ല രസത്തിൽ വെക്കാൻ പറ്റും. പിന്നെ വരുന്നത് പൈപ്പ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. എല്ലാം നമ്മൾ അതിനനുസരിച്ച് നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയും വേണം. പിന്നെ ഇതിൻ്റെ വാട്ടർ ടാപ്പൊക്കെ വളരെ ഒറിജിനലാണെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം വരാഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ നോക്കിയാന്നപ്പോൾ പല വീഡിയോസിലും അതിലേക്കൂടെ വെള്ളം വരുന്നത് കണ്ടു. അന്നപ്പോൾ പിന്നെ ഒന്ന് റെഡി ആക്കിയപ്പോൾ വെള്ളമൊക്കെ വരുന്നൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് അടുപ്പിൻ്റെ ആ പോർഷനിൽ നമുക്ക് സ്മോക്ക് വരുന്നുണ്ട്. അതേപോലെ സ്മോക്ക് വരുന്നതാണ് പറഞ്ഞത്, സ്മോക്ക് വന്ന് ഞാൻ കണ്ടിട്ടില്ല. മ്യൂസിക് വരുന്നുണ്ട്, കാരണം നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഒരു ലൈറ്റും കത്തിയിട്ട് അതിങ്ങനെ ഓണാക്കുമ്പോൾ നല്ലപോലെ നമുക്ക് ഒരു ഗ്യാസ് സ്റ്റൗ ഓണാക്കിയ പോലുള്ളൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ വാട്ടർ ടാപ്പിൻ്റെ അടിവശം കണ്ടില്ല, ഒരു പൈപ്പ് താഴോട്ട് വരുന്നുണ്ട്. പക്ഷേ അതിൽ വെള്ളം വെക്കാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല. അത് ഞാനൊരു ചെറിയ ഇതിൻ്റെ കൂടെ വരുന്ന വേറൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം വെച്ചതാണ്. അന്നപ്പോൾ നമ്മൾ മുകളിൽ വാട്ടർ ടാപ്പ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വെള്ളം വരികയാണ്. പിന്നെ ഇതേപോലെ നല്ല സ്പൂൺസൊക്കെ നല്ല രസത്തിൽ ഹാങ് ചെയ്ത് ഇടാനും നല്ല നീറ്റായിട്ടുള്ള പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ കുറേ ബോട്ടിൽസ് ഉണ്ട്, മിൽക്ക് അങ്ങനെയൊക്കെ. അതൊക്കെ നമ്മളൊന്ന് സ്റ്റിക്കേഴ്സ് ചെയ്യുമ്പോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കുമ്പോൾ നല്ല വൃത്തിയിൽ വരുന്നുണ്ട്. മസ്റ്റാർഡ്, പെപ്പർ, സാൾട്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല നീറ്റായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ബോട്ടിൽസ് കുപ്പികളൊക്കെ വരുന്നുണ്ട്. പിന്നെ പിന്നെ കിച്ചൺ ഓൾമോസ്റ്റ് എല്ലാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2-3 ഇതുപോലെ പേപ്പർ കുക്കീസിൻ്റെ ബോട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ പേപ്പറിൻ്റെ വരുന്നുണ്ട്. പിന്നെ കുക്ക് ചെയ്യാനുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. പിന്നെ പ്ലേറ്റൊക്കെ വെക്കാൻ നല്ല രസത്തിലുള്ള ട്രേകളൊക്കെ വരുന്നുണ്ട് ഈ പൈപ്പിൻ്റെ അടുത്ത് തന്നെ. ഇത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ സ്റ്റിക്കേഴ്സൊക്കെ അതുമേലൊന്ന് മൊത്തമായിട്ട് ഒട്ടിച്ചൊന്ന് നീറ്റാക്കുക. അതായത് ഇപ്പോൾ ഇങ്ങനായി സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ നല്ല നീറ്റായിട്ട് നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മോൻ്റെ കരച്ചിലാണ്.